സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സെമിഫൈനൽ ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങുകയാണ്. രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ മിസോറാമാണ് എതിരാളികൾ. വിജയപ്രതീക്ഷ പങ്കുവെക്കുകയാണ് പരിശീലകൻ സജീവൻ ബാലൻ 24-നോട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2018 കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിത്തന്ന പരിശീലകനാണ് സജീവൻ ബാലൻ. ഇത്തവണയും സജീവൻ ബാലന് കീഴിലാണ് കേരളം ഇറങ്ങുന്നത്. ഇന്ന് ഒരു നിർണായക പോരാട്ടത്തിനിറങ്ങുമ്പോൾ സജീവൻ ബാലൻ 24-നൊപ്പം ചേരുന്നു. സ്വാഗതം സജീവൻ ബാലൻ. ഇന്നൊരു നിർണായക പോരാട്ടമാണ്. എന്താണ്, എത്രത്തോളമുണ്ട് തയ്യാറെടുപ്പുകൾ? മിസോറാമുമായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം തീർച്ചയായിട്ടും വിജയിച്ച് കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇനി മുന്നോട്ടുള്ള മത്സരങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ മത്സരം ജയിച്ച് തീരുള്ളൂ എന്നുള്ള ഒരു ബോധം കുട്ടികളിലുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് 4 ടീമിൽ ഒരാളായി ക്വാളിഫൈ ചെയ്തു വന്നു എന്നുള്ളതാണ്. മിസോറാമുമായിട്ടുള്ള മത്സരം തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ മത്സരങ്ങളിൽ നിജോ ഗിൽബർട്ട് അടക്കമുള്ളവരുണ്ടായിരുന്നില്ല. എന്താണ് നിജോയുടെ ഇഞ്ചുറി അപ്ഡേറ്റ്? എന്താണ്, ഇന്ന് നിജോ കളിക്കാനുണ്ടാവുമോ? ക്യാപ്റ്റന്റെ പരുക്ക് മാറി വന്നിട്ടില്ല നിജോന്റെ. അതുപോലെ ബെൽജിനും പരുക്കിൽ നിന്ന് പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല. പിന്നെ 2 യെല്ലോ കാർഡുകൾ നേടിയ ഷിനുവിനും സജീഷിനും കളിക്കാൻ സാധിക്കില്ല. ആ ഒരു പ്രശ്നം മാത്രമാണ് ടീമിൽ ഉള്ളത്. അരുണാചലിലെ കാലാവസ്ഥ വലിയ വെല്ലുവിളിയായിരുന്നു. ഇന്ന് രാത്രിയാണ് മത്സരം. അപ്പോൾ കേരളത്തിന് എന്തെങ്കിലും പേടിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് ആ ഒരു റീജിയനിൽ വരുന്നവരാണ്. മിസോറാമാണ് ഇന്നത്തെ എതിരാളികൾ. കേരളത്തിനപ്പോൾ കളിയുടെ ഈ ടാക്ടിക്സിനൊപ്പം തന്നെ ശാരീരികമായും മാനസികമായും ഒക്കെ തന്നെ ആ വെല്ലുവിളികളെ കൂടി നേരിടേണ്ടതുണ്ട്. 2 ദിവസം മഴയാണെങ്കിൽ 2 ദിവസം വെയിലായിരിക്കും, 2 ദിവസം നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥ വീണ്ടും മാറിയിട്ടുണ്ട്. കാലാവസ്ഥ നല്ല രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് മാത്രമല്ല 7 മണിക്കാണ് കളി. അപ്പോൾ ഇതിനെല്ലാം തരണം ചെയ്ത് നല്ല മത്സരം, നല്ല പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട്. എന്തായാലും കേരളം തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയല്ലേ? ജയിക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഇനി ഫുട്ബോൾ എന്ന് പറയുന്നത് ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകതയാണ്. ആരുടെ അനുകൂലമായ സാഹചര്യം ആർക്കാണ് കൂടുതലുള്ളത് അതനുസരിച്ചായിരിക്കും മത്സരഫലം. എന്തായിരുന്നാലും കേരളം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മിസോറാമിനെ നേരിടാൻ ഇറങ്ങുന്നത്. നന്ദി സജീവൻ ബാലൻ. എല്ലാവിധ ആശംസകളും. കേരളം ജയിച്ചു മുന്നേറട്ടെ. ഒപ്പം തന്നെ 8ാം കിരീടമെന്ന കേരളത്തിൻ്റെ സ്വപ്നം എത്രയും വേഗം തന്നെ പൂവണിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.